ഹായ് ഓൾ, വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. ഓണം എക്സാം കഴിഞ്ഞപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത്. ഒരു ഔട്ട്സൈഡ് കുട്ടിയോട് ചോദിച്ചപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിപ്ലൈസ് ആണ് വന്നത്. ഇപ്രാവശ്യത്തെ എക്സാമിൽ പുതിയ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, എക്സാമിൻ്റെ ലെവലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ചോദിച്ച പോലെയല്ല ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന്. കറക്റ്റാണ്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം വരെയൊക്കെയുള്ള പല ചോദ്യപേപ്പർ നോക്കിയാൽ അതിന് മുമ്പുള്ള പ്രീവിയസ് ഇയറിലെ PYQ നോക്കിയാൽ ഒരു A+ കിട്ടുന്ന രൂപത്തിലായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് അല്ലേ. കഴിഞ്ഞ 2-3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ ചോദ്യങ്ങൾ നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രം പഠിച്ചു പോയാൽ തന്നെ ഇപ്രാവശ്യം ചെയ്യാൻ പറ്റും, ഒരു Aയും A+ നേടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പോയ കുട്ടികൾക്കാണ് ചിലപ്പോൾ നിരാശ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ഇതേ ചോദ്യം തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സാം വൈലെ ഫൗണ്ടേഷൻ കുട്ടിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ സാറേ, ഇതിൽ പുതുമയായിട്ട് ഒന്നുമില്ല, നമ്മുടെ യൂണിറ്റ് എക്സാമിലും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ മെറ്റീരിയൽസിലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ വന്ന അതേ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് എന്നാണ്. അതിൽ അവർക്ക് മാർക്കുകൾ കാര്യങ്ങൾ പോയിട്ടില്ല, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവരുടെ റെസ്പോൺസ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഒന്ന് അനാലിസിസ് ചെയ്യാണ് എങ്ങനെയാണ് നമ്മുടെ ഈ ഓണം എക്സാം ഇനിയുള്ള എക്സാമുകളിൽ, പ്രത്യേകിച്ച് ഇനി ക്രിസ്മസ് എക്സാം വരുന്നുണ്ടല്ലോ, അവിടെയും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ചെറിയ വാക്കുകളിലൂടെ. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും കഴിഞ്ഞ വർഷം മുതൽ ക്വസ്റ്റ്യൻ പാറ്റേണുകൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എക്സാമിലെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടിയൊക്കെ സ്റ്റാൻഡേർഡ് കൂടിയ രൂപത്തിലേക്ക് ചോദ്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്കറിയാം ടെക്സ്റ്റ് ബുക്ക് മാറി, അതുകൊണ്ട് തന്നെ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരിക എന്നുള്ളത് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, സ്വാഭാവികമായിട്ടും കാത്തിരുന്നിട്ടുണ്ടാവുക. അപ്പൊ ഇത് ഒന്നാമത്തെ ചോദ്യത്തിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും, വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ അസറ്റോൺ. സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും നേരിട്ട് ചോദിക്കാറില്ല, ഇതിനേക്കാൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷം വരെ നമുക്കറിയാം കീറ്റോൺ എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റി ഒന്നുമില്ലായിരുന്നു. ഇപ്രാവശ്യം കീറ്റോൺ ഉണ്ടെന്ന് മാത്രമല്ല അതിൽ തന്നെ അസറ്റോൺ ആ പേര് ചോദിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, അത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് അല്ലേ, അത് നമുക്ക് കീറ്റോ ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് ഇപ്രാവശ്യം പുതുതായി ടെക്സ്റ്റ് ബുക്കിൽ വന്ന ചില ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ പുതുതായി വന്ന ഭാഗത്ത് നിന്നാണ് ആ ചോദ്യം ചോദിച്ചത്. പക്ഷേ എക്സാം വൈലിൽ പഠിക്കുന്ന ഫൗണ്ടേഷനിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഇതിങ്ങനെ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമല്ല അതിന്റെ കെമിക്കൽ ഫോർമുല അടക്കം അവർക്ക് ചോദിക്കുന്ന പല ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ മെറ്റീരിയൽസിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ പണ്ടത്തെ പോലെ മാച്ച് ദ ഫോളോയിങ് ഇങ്ങനെ വരച്ചിട്ട് ആൻസർ കിട്ടില്ല. നേരെ മറിച്ച് ആ ചെയ്ത പെയർ ഇവിടെ എന്ത് ചെയ്യണം, ABCDയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് MCQ ടൈപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് വരക്കുന്നതിലപ്പുറത്ത് ഇപ്പൊ അനാൽജസിക്സ്, നമുക്കറിയാം അനാൽജസിക്സ് എന്തിനാ ഉപയോഗിക്കുക, ടു റിലീവ് പെയിൻ ആണ് അല്ലെ, നേരെ ഇങ്ങോട്ടാണ് വരിക. ആന്റിപൈററ്റിക് എന്തിനാണ്, ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനാണ്. ആന്റിബയോട്ടിക് നമുക്കറിയാം ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് പിന്നെ ഇൻഹിബിറ്റ് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ നോക്കിക്കേ, A എന്നുള്ളത് 3 ആണ്, A എന്നുള്ളത് 3 ആണ് എന്നുള്ളത് ഏത് മാത്രമേ ഉള്ളൂ അല്ലെ, ഇവിടെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ദെൻ B എവിടെ വരിക, B എന്ന് പറയുന്നത് 1 ആണ് അല്ലെ, B 1 ആണ്, കറക്റ്റ് ആണ്, കണ്ടോ B 1 ആണ്. C ഏതാണ്, 2 ആണ്. അപ്പൊ ഓപ്ഷൻ C ആണ് എന്ന് നമുക്ക് അവിടെ ആൻസർ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കേണ്ടതുണ്ട് അല്ലെ. എന്നാൽ ഇതേ ചോദ്യം നമ്മൾ ഈ എക്സാമിന് 2 ദിവസം മുമ്പ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, 2 വീഡിയോസ് ആയിട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ എന്തുണ്ട്, ഈ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സാം വൈസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ചാപ്റ്ററിലും നമുക്കറിയാം മാച്ച് ദ ഫോളോയിങ് മാത്രം ചെയ്താൽ പോരാ, ഓരോ ചാപ്റ്ററിലും ഇതുപോലെയുള്ള 40 അല്ലെങ്കിൽ 50ഓളം ചോദ്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്തിട്ടുണ്ടാകും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടാകും അല്ലെ. CBSE എക്സാമുകളിൽ എന്ത് ചെയ്യാറുണ്ട്, MCQ ഒരുപാട്, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ഓക്കെ, എന്നാൽ സ്റ്റേറ്റ് സിലബസിൽ നമുക്ക് അത്ര പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മുതൽ അത് എക്സ്പെക്ട് ചെയ്യാം, കാരണം ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിലും ഫൈനൽ എക്സാമിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരും. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ നോക്കിയാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ CBSEയോട് അല്ലെങ്കിൽ NCERT ക്വസ്റ്റ്യൻസിനോട് കുറച്ചും കൂടി അടുക്കുവാനുള്ള ഒരു ശ്രമം എന്തുണ്ട്, മനഃപൂർവ്വം ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ്റെ ലെവലൊക്കെ ഒന്ന് കൂട്ടി, വെറുതെ ജസ്റ്റ് ആൻസർ മാത്രം ബൈഹാർട്ട് ചെയ്ത് നമുക്ക് കിട്ടൂല, നേരെ കുറച്ച് ആ കൺസെപ്റ്റ് ഒക്കെ അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മെത്തേഡിലേക്ക് മെല്ലെ മെല്ലെ നമ്മളെ
ക്വസ്റ്റ്യൻസ് മാറുന്നുണ്ട്. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി വരുന്ന എക്സാമിലും നമുക്ക് പിഴവ് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യണം, നമുക്ക് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇനിയും കൂടുതൽ ചെയ്ത് ശീലിക്കേണ്ടതുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്ത 6th ക്വസ്റ്റ്യൻ, ഞാൻ എല്ലാ ക്വസ്റ്റ്യനും പറഞ്ഞു കേട്ടോ, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് എടുത്തു പോവാണ് അല്ലേ. വാട്ട് ഈസ് മീൻ ബൈ കമ്പഷൻ? കമ്പഷൻ എന്നാണ്, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സ്ഥിരം പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ അതിൻ്റെ നെക്സ്റ്റ് എന്താണ്, ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനിനെ നമ്മൾ എയറിൽ എന്ത് ചെയ്തു, പിന്നെ ജസ്റ്റ് ബേൺ ചെയ്തു. എക്സ് ആൻഡ് വൈ അല്ലെ, എക്സും വൈയും അവിടെ എക്സ് ആൻഡ് വൈ ഉണ്ട്. ഓക്കെ, എക്സും വൈയും പ്രോഡക്റ്റ് ആണ് ചെയ്തത് കിട്ടിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്യൂട്ടൈനെ ബേൺ ചെയ്താൽ എന്താ ഉണ്ടാവുക, ഏതൊരു സംഗതിയും ബേൺ ചെയ്താൽ എന്താ ഉണ്ടാവുക, കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ എന്ത് കിട്ടും, ഈ പറഞ്ഞ വാട്ടറും ആയിരിക്കും എന്ത് ചെയ്യുക കിട്ടുന്നുണ്ടാവുക. നമ്മൾ അതിൻ്റെ തലേന്ന് ഞാൻ പറഞ്ഞ പോലെ 2 ദിവസം മുമ്പ് ഇറക്കിയ ആ വീഡിയോയിലും ഓരോ റിയാക്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് റിയാക്ഷൻ, അതിൻ്റെ എക്സാമ്പിൾ, അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് നമ്മൾ അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ an alkane with 4 carbon atoms undergo thermal cracking. ഇതൊരു പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ടു ഗെറ്റ് ദ പ്രോഡക്റ്റ് Y and Z. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, തെർമൽ ക്രാക്കിംഗ് നടത്തിയപ്പോൾ വൈയും അതേപോലെ സെഡും കിട്ടി. അപ്പോൾ തെർമൽ ക്രാക്കിംഗ് എന്താണെന്നുള്ളത് ഞാൻ ആ പറഞ്ഞ വീഡിയോയിൽ തെർമൽ ക്രാക്കിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞ ഹെക്സൈനിനെ ഹീറ്റ് ചെയ്തപ്പോൾ എന്തുണ്ടായി, ഒരു ആൽക്കീനും ഒരു ആൽക്കെയിനും ഉണ്ടാവുക. ഇത് നമുക്കറിയാം, നമ്മളെ സ്കൂൾ ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ ഫൗണ്ടേഷനിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ പോയിന്റുകൾ എന്തിട്ടുണ്ടായിരുന്നു, റിയാക്ഷൻസിനെ കുറിച്ച് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഈ പോയിന്റ് ആണ്, ഒരാൾ ആൽക്കീൻ ആയിരിക്കും, ഒരാൾ ആൽക്കെയിൻ ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, 4 കാർബണുള്ള ആളാരാ, നമുക്കറിയാം തെർമൽ ക്രാക്കിംഗ് ആരേ നടത്തുള്ളൂ, ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ആൽക്കെയിനെ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ നടത്തുള്ളൂ. അപ്പൊ ഇത് ആൽക്കെയിൻ ആണോ? അല്ല, ഇയാൾ ആൽക്കെയിൻ ആണ്. ഇത് ആൽക്കെയിൻ അല്ല, ഇയാളും ആൽക്കെയിൻ ആണ്. അപ്പൊ ഒന്നുകിൽ ബി വരാം അല്ലെങ്കിൽ ഡി വരാം. ഇനി പറഞ്ഞ എന്താ, നമുക്കറിയാം 2 പ്രോഡക്റ്റ് കിട്ടും അല്ലെ, 2 പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ആരൊക്കെയാണ്, വൈയും സെഡും. ഒരാള് എന്തായിരിക്കണം, ആൽക്കീൻ ആയിരിക്കണം, അടുത്ത ആള് ആൽക്കെയിൻ ആയിരിക്കണം. അതാണ് അവിടെ വരുന്നുണ്ടാവുക. ഇവിടെ കണ്ട നിങ്ങൾ മീഥൈൻ മാത്രമേ ഉള്ളൂ, എന്നിട്ട് ഈഥീൻ ആണ് കൊടുത്തത്. ആൽക്കെയിൻ ഉണ്ട്, ആൽക്കീൻ ഉണ്ട്, പക്ഷെ എന്താ സംഭവിച്ചത്, ഇവിടെ 1 കാർബൺ, ഇവിടെ 2 കാർബൺ, ടോട്ടൽ 3 കാർബൺ ആയിട്ടുള്ളൂ. നമ്മളെ ക്വസ്റ്റ്യനിലോ 4 കാർബൺ വേണം. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, ഒരാൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, ഈ ദൈന് AN എടുത്തു, മറ്റാളോ സ്വാഭാവികമായിട്ടും ഈ ദീന് EN ആയിരിക്കും. ഒരാൾ ഈന്, ഒരാൾ എയിന്. ഈ രൂപത്തിൽ ആ കൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് എന്തേ ഉള്ളൂ കിട്ടുള്ളൂ. കാരണം ഈ ചോദ്യം ഇവിടെ ഇല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചോദ്യം ഇല്ല, അല്ലെങ്കിൽ ബ്യൂട്ടൈൻ വെച്ചിട്ടില്ല. നമ്മുടെ ഇതിൽ ഹെപ്റ്റൈൻ ഉണ്ടായിരുന്നു, പ്രൊപ്പൈൻ ഉണ്ടായിരുന്നു. ബ്യൂട്ടൈൻ വെച്ച് ഒരു പുതിയ ചോദ്യം ചോദിക്കുമ്പോൾ ആ കൺസെപ്റ്റ് അറിയുന്ന ഒരു കുട്ടിക്ക് ആൻസർ കിട്ടും. ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ എവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മളെ ഫൗണ്ടേഷൻ്റെ ക്ലാസ്സുകളിൽ ഒരുപാട് നമ്മളെ കുട്ടികൾക്ക് ഓൾറെഡി ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. അതേപോലെ മറ്റൊരു ടൈപ്പ് ആയിരുന്നു ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 അല്ലേ, ഒരു അസേഷൻ റീസൺ മോഡലുള്ള ചോദ്യങ്ങൾ. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ, 2 കറക്റ്റ് ആണോ എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങൾ. എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺ ആണ്, എൽ ഷെൽ ഹാസ് 5 ഓർബിറ്റൽസ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ഒക്കെ എക്സാം വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഓൾറെഡി ഒരുപാട് പലതവണ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ യൂണിറ്റ് എക്സാമിൽ അടക്കം ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയാൽ മതി, നമുക്ക് ഈ പറഞ്ഞ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ അവിടെ ABCDയിൽ ഏതാണോ കറക്റ്റ് ആൻസർ എന്നുള്ളത് MCQ ടൈപ്പ് ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്യണം നോക്കിയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റേണ്ടതുണ്ട്. ഇനി അതേപോലെ തന്നെ നോക്കിക്കേ, ഈഥൈൽ ആൽക്കഹോൾ അല്ലെ, ഈഥൈൽ ആൽക്കഹോൾ എന്ത് ചെയ്യുന്നു, ഒരു കാർബോക്സിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും, പൈനാപ്പിൾ സ്മെല്ലുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകും അല്ലെ. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താ, അങ്ങനെയുള്ള പ്രോഡക്റ്റ് എന്താ വിളിക്കുക മക്കളെ, യെസ് നമ്മളെ എസ്റ്റർ ആയിരുന്നു അല്ലെ. അതേപോലെ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ എന്താ, അതിന്റെ IUPAC എന്താ. ഇതേ സെയിം ചോദ്യം നമ്മൾ 2-3 ദിവസം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഇതേ പൈനാപ്പിൾ സ്മെല്ലിന്റെ ചോദ്യം വെച്ച് കണ്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് കിട്ടുന്നത്, എവിടുന്നാണ് വാട്ടർ പോകുക, എങ്ങനെയാണ് അതിന്റെ നെയിമിങ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അടക്കം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ യൂട്യൂബിൽ. ഇനി നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സ് എടുത്താലോ, അവിടെയും എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്ന എസ്റ്റർ ഉണ്ടാകുന്ന പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട്, ജാസ്മിൻ സ്മെല്ലിന്റെ ബെൻസൈൽ അസറ്റേറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സും
പൈനാപ്പിൾ സ്മെല്ലിന്റെ ഈഥൈൽ ബ്യൂട്ടനേറ്റ് ഉണ്ടാകുന്ന പ്രോസസ് ഒക്കെ എന്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പല ടൈപ്പ് ചോദ്യങ്ങൾ പരിചയപ്പെടുക, ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുമ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ടീച്ചറിന് കറക്റ്റ് മനസ്സിലാക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനത്തെ ആദ്യത്തെ ഒരു 4-5 ക്വസ്റ്റ്യൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പല ക്വസ്റ്റ്യൻസും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്ത പല ടൈപ്പുള്ള അതേപോലെ വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഒന്ന് ഉയർത്തിയെന്ന് മാത്രം, എന്നും ചോദിക്കാത്തത് കുറച്ച് വേറെ ലെവലിൽ ചോദിച്ചു എന്ന് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ കണ്ടില്ല, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ പറഞ്ഞ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ ഇവിടെ 2 ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എക്സാം ബൈ ലേണിംഗിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിൽ ഓൾറെഡി ഇതിന്റെയൊക്കെ നെയിമിംഗ് ചെയ്യാൻ ചോദിക്കും. ചിലപ്പോൾ ഇതേ രൂപത്തിൽ കണ്ടോ, IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് കണ്ടോ. നമ്മൾ സ്കൂളിൽ പഠിച്ച ഭാഗം എന്താ പഠിച്ചത്, ഒന്നുകിൽ ആൽക്കെയിൻ അല്ലെങ്കിൽ ആൽക്കീൻ, അല്ലെങ്കിൽ ഏറിപ്പോയിൽ എന്താ വന്നിട്ടുണ്ടാവുക ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ഡബിൾ ബോണ്ടും ഒരു ബ്രാഞ്ചും. അതൊക്കെയാണ് മാക്സിമം നമ്മൾ ഒരു പക്ഷേ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ കണ്ടത് നിങ്ങൾ ഒരു 2 ഡിഫറെന്റ് ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ എങ്ങനെ നെയിം ചെയ്യുന്നുള്ള അടക്കമുള്ള ചില ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ച് വരുമ്പോൾ മീഥൈലും ഈഥൈലും വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെറൈറ്റി എങ്ങനെയാണ് നെയിം ചെയ്യേണ്ടത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗമാണ് എങ്ങനെയാണ് നെയിം ചെയ്യേണ്ടത്, അവിടെ പൊസിഷൻ എങ്ങനെയാണ്, അപ്പോൾ പേരെങ്ങനെയാണ് എന്നുള്ള രൂപത്തിൽ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സാം വേയുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കോമ്പറ്റീഷൻ എക്സാമിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളിലത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി എന്താകും, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് മാറും. നമ്മുടെ ഫൗണ്ടേഷനിലെ കുട്ടികൾക്കൊക്കെ അതാണ് എക്സാം ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈ 2 ക്വസ്റ്റ്യൻ കണ്ടാലും ഏകദേശം ഒരേപോലെയാണ് അല്ലേ, സെയിം ആയിട്ടാണ്. ഒന്നെന്ത് ചെയ്തു CH3CHO നമ്മളെ എത്തനാൽ, അതേപോലെ CH3CH2CHO പ്രൊപ്പനാൽ, ഇത് 2 തന്നിട്ടുണ്ട്. അതേപോലെ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പെൻഡൻ 2 ഓണ് പെൻഡൻ 3 ഓണ് കേട്ടോ, ഒരേപോലെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു ഇവിടെ അതിന്റെ ഫാമിലി ഏതാണ് പകരം, അതേപോലെ തന്നെ അതിന്റെ IUPAC നെയിം, അതേപോലെ തന്നെ ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ഓഫ് കോമ്പൗണ്ട് ബട്ട് ഹാവിംഗ് അനദർ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ, ഇത് അതിന്റെ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഏത് ഐസോമർ ആയിരിക്കും, ഫങ്ഷണൽ ഐസോമറിസ് ആയിരിക്കും. ഓക്കെ, ഇവിടെയും അതേപോലെ തന്നെ ആദ്യം അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഏത് ഫാമിലി ആണെന്ന് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് കോമ്പൗണ്ട് വിച്ച് ഹാസ് ദ സെയിം മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട് ബട്ട് ബിലോങ്സ് ടു അനദർ ഫാമിലി. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ആൽഡിഹൈഡ് തന്നു, എന്നിട്ട് അതിന്റെ ഫങ്ഷണൽ ഐസോമർ, ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഐസോമർ ആരാ മക്കളെ, കീറ്റോൺ ആയിരിക്കും. ഇവിടെയോ കീറ്റോൺ തന്നു, 2 കീറ്റോണുകൾ തന്നു, എന്നിട്ട് എന്ത് ചെയ്തു അതിന്റെ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഫങ്ഷണൽ ഐസോമർ ആരാണെന്ന് ചോദിച്ചു. ഒന്ന് പെൻഡൻ 2 ഓൺ, ഒന്ന് പെൻഡൻ 3 ഓൺ അല്ലെ, ഇങ്ങനെ 2 ആൾക്കാർ തന്നത്. അതിന്റെ ഫങ്ഷണൽ ഐസോമർ ആരായിരിക്കും, ആൽഡിഹൈഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ ഈതർ ആണ്, ആൽഡിഹൈഡ് ആണെങ്കിൽ കീറ്റോൺ ആണ് ഫങ്ഷണൽ ഐസോമർ വരിക. ഇതൊക്കെ നമ്മുടെ പിന്നെ എന്താ പറയുക സ്കൂൾ സിലബസിലുണ്ട്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ യൂണിറ്റ് എക്സാമിലും ലൈവ് ക്ലാസ്സുകളിലും അതേപോലെ ഫൗണ്ടേഷൻ മെറ്റീരിയൽസിലും എല്ലാ ചാപ്റ്റർ കഴിഞ്ഞാലും ഒരുപാട് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറഞ്ഞ് ഒളിമ്പ്യാഡ് ലെവൽസ് വരെയുള്ള പല ചോദ്യങ്ങളിലും ഇതിൻ്റെ തന്നെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിന് ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിച്ച്, പുതിയ രീതിയിൽ ചോദിച്ചു എന്ന് വിചാരിച്ച് ഒരിക്കലും പ്രയാസം വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്കൊക്കെ എന്ത് ചെയ്തത്, ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്ത കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പുതിയ രീതി വന്നപ്പോൾ ഒന്ന് എന്ത് ചെയ്തു, പകച്ചു നിന്നു, ആദ്യം ഒന്ന് പേടിച്ചു, എന്നാലും അത്യാവശ്യം എന്തിട്ടുണ്ടാവും, ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യരുത്, നെക്സ്റ്റ് എക്സാമിൽ ക്രിസ്മസ് എക്സാമിലും ആർക്കെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്ത് ആ പ്രശ്നം ഇനിയും ആവർത്തിക്കരുത്. അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ അറിയണം. അത് വെച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ മുമ്പോട്ട് പോയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി എക്സാംസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അനാലിസ് ചെയ്യാനും പുതിയ ക്വസ്റ്റ്യനുകൾ വന്നാൽ അത് ധൈര്യത്തോടു കൂടി നേരിടാനും എന്ത് ചെയ്യുള്ളൂ, നമുക്ക് സാധിക്കുകയുള്ളൂ. ആ രൂപത്തിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇത്തരത്തിലുള്ള എക്സാമിന്റെ പാറ്റേണിലും അതിന്റെ സ്റ്റാൻഡേർഡിലേക്കും വന്നിട്ടുള്ള ഒരു മാറ്റം അത് നല്ലതാണോ അതല്ല നെഗറ്റീവ് ആണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് എന്ത് ചെയ്യുക, വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്